ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുപോലെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഉറപ്പായിട്ട് നിങ്ങൾ 1 കിലോ കുറഞ്ഞിരിക്കും. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരാഴ്ചയിൽ 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ കുറഞ്ഞേക്കാം, ചിലപ്പോൾ അതിലും കുറവായിരിക്കും കുറയുക. എന്നിരുന്നാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഈ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ. അതിനാദ്യം ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എന്നിട്ട് ഈ ഡ്രിങ്ക് തയ്യാറാക്കിയതിന് ശേഷം എന്താണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. ആദ്യം തന്നെ നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ 2 ഗ്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ് ഏതാണോ അതിൻ്റെ 2 ഗ്ലാസ്. അതിൻ്റെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചതച്ചത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് നമ്മൾ 1 ഗ്ലാസ് വെള്ളമായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങളെ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുക. അതായത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഈ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ 9 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പക്ഷേ 9 മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരം 3 മണീൻ്റെ ഉള്ളിൽ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത് 3 നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം. 3 മണിക്ക് ശേഷം വേറെ ഒരു ഫുഡും നിങ്ങൾ കഴിക്കാൻ പാടില്ല. വേറൊരു ഫുഡും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് 16 മണിക്കൂർ നേരത്തേക്ക്, 3 മണി മുതൽ 16 മണിക്കൂർ നേരത്തേക്ക്, അതായത് പിറ്റേ ദിവസം 9 മണി വരെ നിങ്ങൾ ഒരു ഫുഡും കഴിക്കാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെള്ളം വേണമെങ്കിലും കുടിക്കാം, ഷുഗർ ആഡ് ചെയ്യാണ്ട്. അതായത് ലൈം വാട്ടർ കുടിക്കാം, കാപ്പി കുടിക്കാം, ചായ കുടിക്കാം, എല്ലാം കുടിക്കാം. അതായത് ഇത് പട്ടിണി കിടക്കുക എന്നല്ല പറയുന്നത്. ആ ഒരു 16 മണിക്കൂറിൽ നിങ്ങൾക്ക് ഫുഡല്ലാത്ത ഡ്രിങ്ക്സ് എന്ത് വേണമെങ്കിലും കുടിക്കാം, അതാണ് പറയുന്നത്. പക്ഷേ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല, പിന്നെ ജ്യൂസ് കുടിക്കാനും പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ വെള്ളം എങ്ങനെ കുടിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ ഫസ്റ്റ് ഈ വെള്ളം കുടിക്കുക. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തിളച്ച് വന്ന വെള്ളത്തിന് നമ്മളൊന്ന് അരിച്ച് അരിപ്പയിലൂടെ അരിച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കുടിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുടിച്ചതിന് ശേഷം നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും 3 മണിക്കേക്ക് നിങ്ങൾ 3 ഫുഡ്, അതായത് ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം. അതിൻ്റെ ഇടയിൽ പിന്നെ സ്നാക്കിങ്, പിന്നെ എന്താ പറയുക, ഈ മധുരമുള്ള ബേക്കറി ഐറ്റംസ്, ലഡു, ജിലേബി അങ്ങനെയുള്ളതൊന്നും കഴിക്കരുത്. അത് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ കഷ്ണമെല്ലാം കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അതേപോലെ പൊരിച്ച ഐറ്റംസ് ഒന്ന് തിന്നുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പിന്നെ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യാണ്ടിരിക്കുക. ചായയിലെല്ലാം ഒരു ടീസ്പൂൺ ഷുഗറെല്ലാം ആഡ് ചെയ്യുക. അത് മാത്രമാണ് ഈ 8 മണിക്കൂറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് 9 മണി മുതൽ 3 മണി വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തും കഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊരു 4 ദോശ കഴിക്കുന്നവർ ഒരു 3 ദോശ കഴിക്കുക. പിന്നെ 2 കപ്പ് ചോറ് തിന്നവർ 1 കപ്പ് ചോറ് തിന്നുക. അങ്ങനെയൊക്കെ ചെറിയൊരു മാറ്റം നിങ്ങളുടെ ഭക്ഷണത്തിൽ വരുത്തുക. ഞാനീ പറഞ്ഞതുപോലെ മധുരം കൂടുതലുള്ളത് ഒഴിവാക്കുക. പിന്നെ നെയ്യിൽ പൊരിച്ചത് ഒഴിവാക്കുക. നെയ്യിൽ പൊരിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു വടയെല്ലാം തിന്നുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഡ്രിങ്കിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യാന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ചയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ആ ഒരു ടൈപ്പാണ് ഈ 18:16 ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അതിന് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, എന്തും കഴിക്കുകയും ചെയ്യുക. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ വെച്ചിട്ട് ഒരു ഫിക്സ്ഡ് സമയത്ത് നമ്മളെ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യണം. അത് 3 മണി എന്ന് പറഞ്ഞാൽ 3 മണിക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ 9 മണിക്ക് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ എക്സസൈസ്, അതായത് ഒരു 30 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് നടക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്തെങ്കിലും ചെയ്യാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.